ഹായ് ഹലോ അശ്വതീസ് ഫാമിലി വ്ലോഗിൽ പുതിയ വീഡിയോ അന്തിരി സ്വാഗതം. അവിടെ പേര് അശ്വതിയാണ്. നമുക്ക് അന്തിരി സുഖമായിട്ട് വിചാരിച്ച് നക്കിയുടെ സുഖം കാണാം. അപ്പം ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാൻ എന്താ പറഞ്ഞതെന്ന്. എന്തായാലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അശ്വതീസ് ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അശ്വതി എന്നാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. ഇത്രയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഫോണിലൂടെ നേരിട്ട് ചെയ്യുന്നൊരു വീഡിയോയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതും കൊണ്ട് എനിക്ക് അത്രയൊക്കെ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമ്മുടെ എന്താണ് ഈ ഭാഷ എന്നില്ല എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ് ഈ ഭാഷ, ഇതാരാണ് സംസാരിക്കുന്നത്, ഇവിടെ എവിടെന്നെങ്കിലും വന്ന ആൾക്കാരാണെന്നൊക്കെ ഉള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ. ഈ കുമ്മറ ഭാഷ അല്ലെങ്കിൽ കുമ്പാര ഭാഷ എന്ന് പറയുന്ന ഈ ഭാഷ സംസാരിക്കുന്നത് കുമ്പാര സമുദായക്കാരാണ് കേട്ടോ. നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാൻ പറ്റുമായിരിക്കും എന്താണ് ഈ ഭാഷ. കുറേ പേർക്കൊക്കെ ഈ ഭാഷയെ പറ്റി അറിയുന്നുണ്ടാവും. കുറച്ച് പേർക്ക് മാത്രം അറിയുന്നുണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ കുമ്പാര സമുദായക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കളിമൺപാത്ര നിർമ്മാണം തൊഴിലായിട്ട് ചെയ്യുന്നവരാണ് ഈ ഭാഷ സംസാരിക്കുന്നത്. അത് വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയാണ് കേട്ടോ. ഒരു വാമൊഴിയായിട്ട് ഇങ്ങനെ വന്ന ഭാഷയാണ്. പിന്നെ കൂടുതലായിട്ടും ഈ ഭാഷയെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലിപി ഇല്ലാത്ത ഭാഷയാണ്. അതുകൊണ്ട് നമുക്കിത് എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് വായിക്കാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വാമൊഴിയായിട്ട് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് അത് നിങ്ങൾ മലയാളം എങ്ങനെ പഠിക്കുന്നതല്ലേ, നമ്മളെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞ് പഠിച്ചതാണ് കേട്ടോ ഈ ഭാഷ. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഈ ഭാഷ കിട്ടില്ല. നമുക്ക് പുറത്ത് പോയിട്ടൊന്നും നമുക്ക് ഈ ഭാഷ പഠിക്കാൻ പറ്റില്ല. അതൊരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ മലയാളം പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് തന്നെയാണ് കേട്ടോ മലയാളം പഠിച്ചത്. ഈ ഭാഷ ഒരു മിക്സാണ് എന്ന് പറയാം. എല്ലാ ഭാഷേൻ്റെ ഒരു മിക്സാണ്. കുറച്ച് വേർഡ്സ് ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം അങ്ങനെ എല്ലാ ഭാഷയിൽ നിന്നും കൂടി വന്നിട്ടുള്ള കുറച്ച് വാക്കുകളൊക്കെ ചേർന്നിട്ട് മിക്സായിട്ട് വന്നിട്ടുള്ള ഒരു ഭാഷയാണ് നമ്മുടെ കുമ്മറ ഭാഷ എന്ന് പറയുന്നത്. നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. കുക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പട്ടി എന്നാണ്. അത് ഹിന്ദിയിൽ കുത്ത എന്ന് പറഞ്ഞാൽ പട്ടിയില്ലേ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ബില്ലി ഹിന്ദിയിൽ പൂച്ചയ്ക്കാണ് പറയാ. അപ്പോൾ ഞങ്ങൾ പില്ലി എന്നാണ് കേട്ടോ പറയാ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഗുഡില്ലേ, ഗുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ മുട്ടയാണ് കേട്ടോ. ആരും കളിയാക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഭാഷയുടെ പ്രത്യേകത. നമ്മളിത് ഫാമിലിയായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലയാളീസ് അവരിങ്ങനെ നോക്കും, ഇവരെന്താ പരസ്പരം തെറി പറയുകയാണ്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ അനാവശ്യം പറയുകയാണെന്നൊക്കെ ഉള്ളൊരു ഇതാണ് അവർക്ക് വരിക. അപ്പോൾ അവർ ശരിക്കും മേലോട്ട് നോക്കിയിരിക്കുകയാണ്, ഈശ്വര ഇതെന്ത് ഭാഷയാണെന്ന് വെച്ചിട്ട്. അപ്പോൾ അവർ നമ്മളോട് ഡയറക്റ്റ് നേരിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തെലുങ്കാണോ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കൊങ്കിണിയാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചോദിച്ചു വരുന്നതോട് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെയാണ്, ഇത് ഞങ്ങളുടെ ഭാഷയാണ്, ഇത് ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയാണെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ അവർ കുഴപ്പമില്ല, നല്ല അടിപൊളിയാണല്ലോ എന്നൊക്കെ പറയും, നല്ല രസമുണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു ഒരു ബഹുമാനമാണ്, ഞങ്ങൾ പ്രൗഡാണ്. ഞങ്ങൾക്ക് ഈ ഭാഷ അറിയുന്നത് കൊണ്ട് ഞങ്ങൾ വളരെ അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾക്ക് മാത്രമല്ല ഈ ഭാഷ അറിയുള്ളൂ. ഇത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആരും അങ്ങനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കാറുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കുമ്മറ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ കുമ്മറ ഭാഷയെ പറ്റിയിട്ട് അല്ലെങ്കിൽ കുമ്പാര ഭാഷയെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഭാഷ സംസാരിക്കുന്ന ആരെങ്കിലും പറ്റി കേട്ടിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റിലൂടെ പറയൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.